ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ശർക്കര മൈലാഞ്ചി എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടാലോ. അപ്പോൾ കുറേ പേർക്കത് റെഡി ആകണില്ല, നഖം ചോക്കണില്ല എന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയാൽ നഖം ചോക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ നല്ല കളറായിട്ട് വരാറുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വെറും പഞ്ചസാരയും ചായപ്പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഇപ്പോൾ ഇതിലോട്ട് ശർക്കര എൻ്റെ കയ്യിലില്ലേനോ, അപ്പോൾ അതുകൊണ്ട് ശർക്കര ചേർത്തിട്ടില്ല കേട്ടോ. ശർക്കരയും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ മൺചട്ടിയിൽ ഉണ്ടാക്കിയാൽ അടി പിടിക്കുകയോ ഒന്നുമില്ല കേട്ടോ, ഒന്നും ചെയ്യില്ല. ഈ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, ഞാൻ ഈ ഫോയിൽ പേപ്പർ ചെയ്യുന്നത് അത് ആ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കൂ. നിങ്ങൾ ചട്ടിയൊന്നും കേട് വരാതെ നിങ്ങൾക്ക് ശർക്കര മൈലാഞ്ചി തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ ഫുള്ളായിട്ട് ഫോയിൽ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഫോയിൽ പേപ്പർ ചെയ്തിട്ടുണ്ട് അതിന്. പിന്നെ ഇതാ നമ്മൾ ചായപ്പൊടിയും പഞ്ചസാരയും ഉണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാ സൈഡിലോട്ടൊന്ന് ആക്കി കൊടുക്കാം. നടുവിലൊന്ന് സ്പേസ് കൊടുക്കണം കേട്ടോ. സ്ഥലം വിട്ട് ഫ്രണ്ട് ഭാഗം ഒന്ന് ഒഴിച്ചിട്ട് കൊടുക്കണം. ഫ്രണ്ട് ഭാഗം ഒഴിച്ചിടുന്നത് നമുക്കവിടെ നടുവിലായിട്ട് പാത്രം വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മൾ നല്ല ഫോയിൽ പേപ്പർ തന്നെ അത് നന്നായിട്ടൊന്ന് മടക്കിയിട്ട് അത് നടുവിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ പാത്രമൊക്കെ ഒന്ന് അതിൻ്റെ മുകളിലായിട്ട് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ മൺചട്ടീൻ്റെ എല്ലാ സൈഡിലുമായിട്ടും അങ്ങനെ ഫോയിൽ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ, നല്ലൊരു ഒരു പാത്രമോ അല്ലെങ്കിൽ ഒരു കുടുക്കയോ എന്തായാലും അതൊന്ന് മൂടി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് നല്ല തണുത്ത വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളെ കയ്യിൽ ഐസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ഇതാ ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് ആ ഗ്യാസ് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു തുണി കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആവിയൊക്കെ അതിലോട്ട് പോകുന്നത് സാരമില്ല, അതങ്ങനെ പോകും. പിന്നെ നമ്മൾ വെള്ളം നന്നായി ചൂടായി വരുമ്പോൾ ആ വെള്ളം ഒന്ന് മാറ്റി കൊടുത്ത് വേറെ വെള്ളം അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഐസ് വാട്ടർ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല കേട്ടോ. അപ്പം ഞാൻ ഐസ് വാട്ടർ ഇല്ലെങ്കിലും സാധാ നമ്മളെ പൈപ്പിലെ വെള്ളം, തണുത്ത വെള്ളം കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഫുള്ളായിട്ട് ഞാൻ ഈ വെള്ളം കോരിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ ഞങ്ങൾ വീട്ടിലൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ ഉമ്മയൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു മൈലാഞ്ചി കേട്ടോ. ഞാനൊക്കെ മൈലാഞ്ചിൻ്റെ ഒരാളേന് കേട്ടോ. അല്ലെങ്കിൽ അരച്ച മൈലാഞ്ചി, ഒന്നല്ലെങ്കിൽ ശർക്കര മൈലാഞ്ചി, ഏതെങ്കിലും രണ്ട് എപ്പോഴും കയ്യിൽ ഇട്ടുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളെ പെരുന്നാൾക്കൊക്കെ ട്യൂബൊന്നും അങ്ങനെ വാങ്ങാറുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഈ ശർക്കര മൈലാഞ്ചിനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഉമ്മ ഉണ്ടാക്കിയ നല്ല ചുവപ്പ് കളറായിട്ട് വരും കേട്ടോ. പുള്ളിലും നഖത്തിലൊക്കെ ആയിട്ട് ഞങ്ങൾ ഇതാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത്. അങ്ങനെ അന്നത്തെ ഓർമ്മ ഏതായാലും അതൊരു പണ്ടത്തെ പെരുന്നാൾ കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ആ വെള്ളം ഇനി നമ്മൾ ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ശർക്കര മൈലാഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് ചൂടാറിയ ശേഷമാണ് ഇത് പാത്രമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യത്തിന് ലിക്വിഡൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൂടുതൽ വെച്ചാൽ നിങ്ങൾക്ക് അത്രയും ലിക്വിഡ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ ശീലകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ മുകളിലത്തെ പാത്രം മാറ്റിയെടുക്കണം. ഞാൻ ഈ ഒരു കാര്യം കാണിച്ചാൽ കേട്ടോ. ലിക്വിഡ് അത്യാവശ്യത്തിനൊക്കെ നമുക്ക് നന്നായിട്ട് നല്ല കളറുള്ള ലിക്വിഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ മൺചട്ടി നിങ്ങൾക്ക് കാണിക്കുക. മൺചട്ടി ഒട്ടും അടി പിടിച്ചിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പറഞ്ഞ രീതിയിൽ നിങ്ങൾ മൺചട്ടിയിലോ കുക്കറിലോ ഏത് പാത്രത്തിലുണ്ടാക്കിയാലും നിങ്ങളെ ഒരു പാത്രം കേട് വരില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് ലിക്വിഡ് ഞാൻ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ, കുറച്ച് ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കുന്നതാണ്. ഇനി അതിലോട്ട് നമുക്കുണ്ടല്ലോ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മൈദപ്പൊടി ഇത് കട്ടിയാണ് വരെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ലൂസായിക്കാണ്ട് ഇട്ടാൽ നാത്തുനിന്ന് ഇങ്ങനെ ഒലിച്ച് വരും കേട്ടോ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി കുറച്ചൊരു കട്ടിയിൽ റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതാ മൈദപ്പൊടി ഇവിടെ ശർക്കര മൈലാഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നഖത്തുമ്മലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഒറ്റ പ്രാവശ്യം നഖത്തുമ്മൽ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതിന് നന്നായിട്ട് ഇവിടെ ചോത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അതിങ്ങനെ കറുത്ത് വരാൻ തുടങ്ങും. അപ്പോൾ ഒറ്റ പ്രാവശ്യം ഇട്ടാൽ മതി, എന്നാൽ തന്നെ നല്ല കളറായിട്ട് വരും കേട്ടോ. പിന്നീടുണ്ടല്ലോ ഇതിൻ്റെ ബാക്കി ലിക്വിഡ് ഞാൻ ഫ്രിഡ്ജിലൊരു കുപ്പിയിൽ ഇങ്ങനെ ഒഴിച്ച് സൂക്ഷിച്ച് വെക്കാറാട്ടോ. അപ്പോൾ ഒരാഴ്ച വരെ ആ ലിക്വിഡ് ഫ്രിഡ്ജിൽ അങ്ങനെ നമുക്ക് വെക്കാം കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ഓക്കെ ബൈ, താങ്ക് യു.